കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ CPM പിന്തുണയിൽ കേരള കോൺഗ്രസിന് വീണ്ടും വിജയം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തോൽവി. CPI-യും PC ജോർജ് വിഭാഗവും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വഞ്ചനയും ചതിയും ആവർത്തിച്ചുവെന്ന് DCC പ്രതികരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ തെരഞ്ഞെടുത്തപ്പോഴും കോട്ടയം ജില്ലാ പഞ്ചായത്തിലുണ്ടായത്. CPM സ്ഥാനാർത്ഥിയെ നിർത്താതെ കേരള കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ 8-നെതിരെ 12 വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ വിജയിച്ചു. CPI-യുടെ ഒരംഗം വിട്ടുനിൽക്കുകയും ജനപക്ഷം അംഗം വോട്ട് അസാധുവാക്കുകയും ചെയ്തു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും കേരള കോൺഗ്രസ് CPM പിന്തുണ തേടിയത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഒരു തനി ആവർത്തനമാണ് ഇന്നത്തെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കേരളത്തിലെ ജനങ്ങളോട് ഈ പുതിയ ബന്ധത്തെ സംബന്ധിച്ച് തുറന്നു പറയുവാനുള്ള ആർജവും അത് യഥാർത്ഥത്തിൽ കാണിക്കുകയാണ് വേണ്ടത്. എന്നാൽ തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണെന്നും മത്സരത്തിന് അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും ഉചിതമായ തീരുമാനമെടുക്കാൻ മാത്രമാണ് മാണി നിർദ്ദേശിച്ചതെന്നും കേരള കോൺഗ്രസ് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ മെമ്പർമാരുമായിട്ട് ആശയവിനിമയം നടത്തി ഞങ്ങളൊന്ന് കൂടിയിരുന്നു. അപ്പോൾ തീരുമാനിച്ചു സെബാസ്റ്റ്യൻ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ മത്സരം ഉണ്ടാക്കിയത് കോൺഗ്രസാണ്. ഈ മത്സരം ഒഴിവാക്കാമായിരുന്നു. PJ ജോസഫ് വിഭാഗക്കാരനാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് കേരള കോൺഗ്രസ് വിലയിരുത്തുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം. UDF-ലായിരുന്നപ്പോൾ അഴിമതിക്കാരെന്ന് മുദ്രകുത്തിയവർ LDF-ലേക്ക് എത്തുമ്പോൾ വിശുദ്ധരാകുന്നുവെന്ന് MM ഹസൻ. ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകിയ സ്ഥാനവും KM മാണിയുമായുള്ള ബന്ധവും ഇതാണ് വ്യക്തമാക്കുന്നത്. KM മാണിയും ബാലകൃഷ്ണപിള്ളയും മടങ്ങിവരുന്നത് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കുമെന്നും ഹസൻ പറഞ്ഞു. സാങ്കല്പികമായ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? അവര് UDF വിട്ട് LDF-ലേക്ക് പോയ ആളുകൾ ഇനി UDF-ലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു എന്നല്ലാതെ അതിനകത്ത് സത്യത്തിന്റെയോ യാഥാർത്ഥ്യത്തിന്റെയോ വല്ല അംശമുണ്ടോ? അല്ല, അവരപ്പുറത്ത് നിൽക്കുകയല്ലേ. അല്ല, അവർ വന്നാൽ എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചോദ്യമില്ല. അവർ ഇപ്പോൾ UDF വിട്ട് UDF-നോടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയവരാണ്. അവർ വന്നാൽ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അപ്പം സംഭവിച്ചാൽ അപ്പം പറയാം. ഇപ്പൊ പറയാൻ പറ്റുമോ? ഞങ്ങൾ അവരെ അഴിമതിക്കാരായി മുദ്ര കുത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. R ബാലകൃഷ്ണപിള്ളയെ ഇടതുമുന്നണിയിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കാനം രാജേന്ദ്രൻ. മുന്നണിയുമായി സഹകരിക്കുന്ന 9 പാർട്ടികൾക്കും മുന്നണിയിൽ പ്രവേശിപ്പിക്കാൻ ആഗ്രഹമുണ്ടാവും. അതിനാൽ CPI നിലപാട് പരസ്യപ്പെടുത്തുന്നില്ലെന്ന് കാനം പറഞ്ഞു. 9 കക്ഷികൾ ഞങ്ങളുമായി സഹകരിക്കുന്ന 8-9 കക്ഷികളുണ്ട്. അവർക്കൊക്കെ ഈ ആഗ്രഹം ഉണ്ടാകും. LDF മുന്നണിയിൽ ഒരു പുതിയ കക്ഷിയെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. അങ്ങനെ പല കക്ഷികളും പല സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും മുന്നണിയിൽ കക്ഷി ചേർക്കുന്നതിനെക്കുറിച്ച് LDF ഒരു തീരുമാനവും എടുത്തിട്ടില്ല, കൂട്ടായി ചർച്ച ചെയ്തിട്ടില്ല. LDF-നൊരു കക്ഷിയെ പുതുതായി ചേർക്കണമെങ്കിൽ LDF പൊതുവിൽ തീരുമാനിക്കണം. CPI-യുടെ നിലപാടെന്താ? ചർച്ച ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല.